അതിരാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് കോയമ്പത്തൂരും കടന്നുള്ള ഞങ്ങളുടെ ഈ യാത്ര പോണ്ടിച്ചേരിയിലേക്കാണ്. പോണ്ടിച്ചേരിയിൽ ഒരു രാത്രി തങ്ങണം, സൂര്യോദയം കാണണം, വൈറ്റ് ടൗൺ എന്ന ഫ്രഞ്ച് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യണം, ഒപ്പം ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കണം, തമിഴ്നാടൻ വിഭവങ്ങളും കോണ്ടിനെൻ്റൽ ഫുഡ് ഐറ്റംസും കഴിക്കണം എന്നിങ്ങനെ കുറേ പ്ലാനുകളുമായിട്ടാണ് യാത്ര. യാത്രയുടെ ഫസ്റ്റ് ബ്രേക്ക് കോയമ്പത്തൂർ സിറ്റിക്ക് പുറത്തുള്ള ശരവണ ഭവനിലാണ്. നെയ്റോസ്റ്റും വടയും ചൂട് ചായയും കഴിച്ച് അവിടെ നിന്ന് തന്നെ ഫുഡ് എക്സ്പ്ലോറിങ്ങിന് തുടക്കം കുറിച്ചു. ഇനി തമിഴ്നാടിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്തു കൂടി തന്നെ പോകുന്ന ഹൈവേയുടെ ഇരുവശങ്ങളിലെ കാഴ്ചകളിലൂടെയാണ് യാത്ര. ഏതാണ്ട് 900 രൂപയ്ക്കടുത്ത് ഒരു വശത്തേക്ക് തന്നെ ടോൾ കൊടുക്കണം. എന്നാലും കേരളത്തിലെ പോലെ നീണ്ട ക്യൂ ഒന്നും നേരിടേണ്ടി വന്നില്ല. മാത്രമല്ല ഹൈവേകളെല്ലാം മികച്ച എക്സ്പ്രസ് ഹൈവേകളുമാണ്. സേലത്ത് നിന്നാണ് വില്ലുപുരം പോണ്ടിച്ചേരി റൂട്ടിലേക്ക് തിരിയുന്നത്. നാഷണൽ ഹൈവേ 79 ആണിത്. സേലത്ത് നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് നിരവധി തമിഴ്നാട് സർക്കാർ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഫ്രീക്വൻ്റായി സർവീസ് നടത്തുന്നുണ്ട്. ഉച്ചയോടെ ഉരുന്തൂർപേട്ട് ബൈപ്പാസിലെത്തി. ഉരുന്തൂർപേട്ട് ടൗൺ അത്യാവശ്യം വലിയ ടൗൺ ആയതുകൊണ്ട് ഉച്ചഭക്ഷണം ഇവിടെ നിന്നാകട്ടെ എന്ന് തീരുമാനിച്ചു. തമിഴ്നാട്ടിൽ ചെന്നാൽ നല്ല പൊന്നിയരിച്ചോറിൻ്റെ ഊണ് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ആര്യാസ് സൈവം AC റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ കയറി. 240 രൂപയുടെ സ്പെഷ്യൽ മീൽസാണ് ഇവിടെ കിട്ടുന്നത്. ആദ്യ ഐറ്റമായ വെജിറ്റബിൾ സൂപ്പിൽ തന്നെ തുടക്കം കുറിച്ചു. ചോറിന് പുറമെ ലെമൺ റൈസും കൂടി ഉള്ളത് പോരാഞ്ഞിട്ട് ചപ്പാത്തിയും വെജ് കറിയും കൂടി മീൽസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചപ്പാത്തി, ചോറ്, ഇതിൽ കുറച്ച് ലെമൺ റൈസ്, ഇത് പോരാണ്ട് എല്ലാം കഴിച്ച് അവസാനം കേസരിയും കൂടെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. വില്ലുപുരം ബൈപ്പാസിൽ നിന്നാണ് പോണ്ടിച്ചേരി ഹൈവേയിലേക്ക് തിരിയുന്നത്. അങ്ങനെ 8.5 മണിക്കൂറോളം നീണ്ട കാർ യാത്ര പോണ്ടിച്ചേരിയുടെ യൂണിയൻ ടെറിട്ടറി ബോർഡർ കടന്ന് പ്രധാന ടൗണിൽ എത്തിച്ചേർന്നു. അണ്ണാസാലി റോഡിലൂടെ സഞ്ചരിച്ച് വൈറ്റ് ടൗണിനടുത്തുള്ള തീരദേശ റോഡിലേക്ക് കടന്നു. ഈ ഭാഗത്തെ വൈത്തിക്കുപ്പം എന്ന സ്ഥലത്താണ് ഞങ്ങൾക്കുള്ള ഹോം സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ റൂട്ടിൽ നിരവധി ചെറിയ ബീച്ചുകളും സൺറൈസ് പോയിന്റുകളുമുണ്ട്. അങ്ങനെ മാരിയമ്മൻ കോവിൽ റോഡിലുള്ള ഞങ്ങളുടെ ഹോം സ്റ്റേയിലെത്തി.
2 ബെഡ്റൂമുകളും കിച്ചണും AC-യും വൈഫൈയും അങ്ങനെ എല്ലാ സൗകര്യവുമുള്ള നല്ലൊരു വീട്. റെന്റിനെടുത്ത 2 വീലറുകൾ ഏജന്റ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തിച്ചിരുന്നു. ഒരു ദിവസത്തേക്ക് 500 രൂപയാണ് വാടക. ഇനി നേരെ വൈറ്റ് ടൗണിന്റെ ബീച്ചിന്റെ രാത്രി കാഴ്ചകളിലേക്ക്. വഴിയോരങ്ങളിലെല്ലാം വലിയ വലിയ റെസ്റ്റോറൻറ്റുകളും സ്റ്റാർ ഹോട്ടലുകളുമാണ് പ്രവർത്തിക്കുന്നത്. നടക്കാനിറങ്ങിയവരും ടൂറിസ്റ്റുകളും ഉൾപ്പെടെ ധാരാളം പേർ ബീച്ചിന്റെ പരിസരത്തുണ്ട്. ആയിരത്തി 1836 പണികഴിപ്പിച്ച 29 മീറ്റർ ഉയരമുള്ള ലൈറ്റ് ഹൗസാണിത്. പള്ളികളും സ്മാരകങ്ങളും പോണ്ടിച്ചേരിയുടെ ഗവൺമെന്റ് ഓഫീസുകളുമെല്ലാം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അത്താഴത്തിന് നമ്മുടെ കേരള ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ച് എൻ്റെ നാട് എന്ന റെസ്റ്റോറൻറ്റിലെത്തി. വാഴയിലയിൽ പൊതിഞ്ഞ പുട്ടും ചൂട് മുട്ട റോസ്റ്റും അപ്പവും കടലക്കറിയും കിഴിപ്പൊറോട്ടയുമൊക്കെ നല്ല രുചിയോടെ വിളമ്പിയ എൻ്റെ നാട് എന്ന റെസ്റ്റോറൻറ്റ് പോണ്ടിച്ചേരി കാണാനെത്തുന്ന മലയാളികൾക്ക് ചൂസ് ചെയ്യാവുന്ന നല്ലൊരു ഫുഡ് സ്പോട്ടാണ്. അടുത്ത ദിവസം രാവിലെ സൂര്യോദയം കാണുക എന്നതായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം. ബീച്ചിലേക്ക് നടക്കുമ്പോൾ സ്ത്രീകളെല്ലാം റോഡിൽ, അതായത് അവരുടെ മുറ്റത്ത് കോലം വരയ്ക്കുകയാണ്. തലേ ദിവസത്തെ യാത്രയുടെ ക്ഷീണം കൊണ്ട് ഒരു അരമണിക്കൂർ കൂടുതൽ ഉറങ്ങിപ്പോയെങ്കിലും സൺറൈസിന്റെ ആ മനോഹര ദൃശ്യം മിസ്സായില്ല. വൈത്തിക്കുപ്പം തെരുവിന്റെ കാഴ്ചകളിലൂടെ ബീച്ചിന്റെ പല ഭാഗത്തേക്കും നടന്നു. അങ്ങനെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി. ഇനി പ്രഭാത ഭക്ഷണം കഴിക്കണം. നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലം കണ്ടുപിടിച്ച് സ്കൂട്ടറും എടുത്ത് ഞങ്ങൾ നേരെ വൈറ്റ് ടൗണിലേക്ക് വിട്ടു. വൈറ്റ് ടൗണിൽ ദ ഇന്ത്യൻ കഫേ എക്സ്പ്രസ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ എത്തിയത്. 420 രൂപയാണ് ഒരു പ്ലേറ്റ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വില. കൂടെ ഒരു ലാച്ച പറാത്ത വിത്ത് ബട്ടർ ചിക്കൻ കൂടി ഓർഡർ ചെയ്തു. 2 കഷ്ണം ടോസ്റ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, സോട്ടഡ് വെജീസ്, ബേക്കഡ് ബീൻസ്, സ്ക്രാമ്പിൾഡ് എഗ്, ഗ്രിൽഡ് ടൊമാറ്റോ, ഫ്രൈഡ് പൊട്ടറ്റോ, ചിക്കൻ സോസേജ്, ഹാം അഥവാ പന്നിയിറച്ചി സ്ലൈസ് ചെയ്തത് എന്നിവ ഉൾപ്പെടുത്തിയ വളരെ ഹെവിയായ ഹെൽത്തിയായ ഒരു ഫുഡ് ഐറ്റമാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ത്യൻ കഫേ എക്സ്പ്രസ് അത് വളരെ രുചികരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് അതിലെ ഓരോ വിഭവവും കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. ഒപ്പം ഓർഡർ ചെയ്ത ലാച്ച പറാത്തയും ബട്ടർ ചിക്കനും ഗംഭീര ടേസ്റ്റായിരുന്നു. ലോകത്തെ എവിടെയായിരുന്നാലും രാവിലത്തെ ചായ നിർബന്ധമുള്ളതുകൊണ്ട് തൊട്ടടുത്തുള്ള ടീ ഷോപ്പിൽ നിന്ന് നല്ല മസാല ചായ കുടിച്ച് വൈറ്റ് ടൗണിൻ്റെ കാഴ്ചകളിലേക്ക്. റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളും ഫാൻസി സ്റ്റോറുകളുമാണ് കൂടുതലും കാണുന്നത്. ഇടയ്ക്ക്
ചില പഴയ കെട്ടിടങ്ങളും കാണാം. വൈറ്റ് ടൗണിലൂടെ നടന്ന് നമ്മൾ ഇന്നലെ രാത്രി കണ്ട ബീച്ച് സൈഡിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് വിവാഹത്തിൽ പങ്കെടുക്കാനായി ചർച്ചിലെത്തി. പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സേക്രഡ് ഹാർട്ട് ബസിലിക്കയിലാണ് വിവാഹം നടക്കുന്നത്. 1908 ജനുവരി 27 ഫ്രഞ്ച് മിഷണറിമാർ ഈ ചർച്ച് സ്ഥാപിക്കുന്നത്. ഞങ്ങളുടെ സുഹൃത്തായ വിക്ടോറിയ മാമിന്റെ മകനായ ബ്രയാന്റെ വിവാഹമാണ് ഇവിടെ നടക്കുന്നത്. നഗരത്തിന് പുറത്തുള്ള സാന്തോ ലോൺസ് എന്ന കൺവെൻഷൻ സെന്ററിലാണ് ബ്രയാന്റെയും റേച്ചലിന്റെയും വെഡ്ഡിംഗ് റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 6:30 ഞങ്ങൾ സ്പോട്ടിലെത്തി. വധൂവരന്മാർ എത്തിച്ചേർന്നതോടെ ഭക്ഷണം വിളമ്പാൻ ആരംഭിച്ചു. സ്റ്റാർട്ടറായി ഒരു ചീസ് പോപ്കോണും നീല ശംഖുപുഷ്പത്തിന്റെ ചായ അഥവാ ബട്ടർഫ്ലൈ ബ്ലൂ പീ ഫ്ലവർ ടീയും കഴിച്ചു. കട്ട് ഫ്രൂട്ട്സും സ്വീറ്റ് ബീഡയും ഒക്കെ മറ്റൊരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫിനിഷിംഗ് ഐറ്റമായ മലായ് കുൽഫി കൂടി കൊടുത്തു തുടങ്ങി. ഒരു പ്ലേറ്റ് കട്ട് ഫ്രൂട്ട്സ് കഴിച്ച ശേഷം ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് കടന്നു. മട്ടൻ ബിരിയാണിയാണ് ഐറ്റം. അതും ട്രഡീഷണൽ രീതിയിൽ വാഴയിലയിൽ വിളമ്പി പ്രോപ്പർ സദ്യ പോലെയാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല പച്ച വാഴയില നിരത്തി ഒപ്പം ഒരു ബോട്ടിൽ വെള്ളവും വെച്ച് ഇലയിലേക്ക് സാലഡും കായ്ച്ചാറും പുഴുങ്ങിയ മുട്ട ഫ്രൈ ചെയ്തതും കൂടാതെ 2 കഷ്ണം ബോൺലെസ് ചിക്കൻ ഫ്രൈയും സൈഡ് ഡിഷുകളായി ആദ്യം തന്നെ വിളമ്പി. മധുരം കഴിച്ച് തുടക്കം കുറിക്കാനായി രസമലായി ആണ് വിളമ്പിയത്. എല്ലാം വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള വിഭവങ്ങളാണ്. മട്ടൻ ബിരിയാണിയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്നതാണ് സത്യം. പൊതുവെ എനിക്ക് ഈ റാവുത്തർ, തലപ്പാക്കട്ടി എന്നീ തമിഴ്നാടൻ ബിരിയാണികൾ ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് വളരെ ആസ്വദിച്ചാണ് മട്ടൻ ബിരിയാണി കഴിച്ചത്. നല്ല ചൂട് ബിരിയാണിയും നല്ല സോഫ്റ്റ് മട്ടനുമാണ്. കഴിച്ചു തുടങ്ങുമ്പോഴേക്കും ലാസ്റ്റ് കഴിക്കാനുള്ള അടപ്രഥമനോട് സാമ്യമുള്ള ഒരു ഡെസേർട്ടും ബദാം മിൽക്കും വിളമ്പി. ആദ്യ ട്രിപ്പ് കഴിച്ചു കഴിയുന്നവർക്ക് വൈറ്റ് റൈസും രസവും ഓപ്ഷണലായി കഴിക്കാം. ബിരിയാണിക്ക് ശേഷം മലായ് കുൽഫിയും കഴിച്ച്
ഞങ്ങൾ റിസപ്ഷൻ ഫുഡ് കംപ്ലീറ്റ് ആക്കി. ശേഷം വിക്ടോറിയ മാമിനും ഫാമിലിക്കും നന്ദി പറഞ്ഞ് ബ്രയാനും റേച്ചലിനും ആശംസകളും അറിയിച്ച് അതിഥികൾക്കുള്ള സമ്മാനമായ നാളികേരവും വെറ്റിലപ്പാക്കും സ്വീകരിച്ച് തിരികെ റൂമിലേക്ക്. പിറ്റേന്ന് രാവിലെ 5:30 ഞങ്ങൾ കേരളത്തിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. ഇന്ധനവിലയിൽ നല്ല വ്യത്യാസമുള്ളതുകൊണ്ട് പോണ്ടിച്ചേരിയിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചാണ് ഞങ്ങൾ മടങ്ങിയത്. പോണ്ടിച്ചേരി യാത്രയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു യാത്രയിൽ വെച്ച് വീണ്ടും സന്ധിക്കും വരെ വണക്കം. ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.